ഹലോ ഗായ്സ്, പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്കൊരു അടിപൊളി സ്ഥലം കാണിച്ചിരുന്നു ഗൈസ്. ഇവിടെ വീടിൻ്റെ അടുത്ത് എൻഗേജ്മെൻറ്റാണ്. ഇപ്പോൾ എൻഗേജ്മെൻറ്റ് വന്നിറക്കണ്. അപ്പോൾ അവിടെ നല്ല തിരക്കാണ്, ഫുഡ് അടിക്കണോർത്ത്. അപ്പോൾ കുറച്ച് ഇറങ്ങിയിട്ട് പോവാം. നിങ്ങൾ നോക്കി സ്ഥലം നോക്കി, അടിപൊളിയല്ലേ? അടിപൊളിയല്ലേ ഗൈസ്? അടിപൊളിയല്ലേ? എടാ സുവിജ, ഈ സ്ഥലം നോക്കടാ ഡ്യാ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, ഇപ്പോൾ റിവ്യൂ ചെയ്യണ ആൾക്കാർ തമ്മിൽ പൊരിഞ്ഞ അടിയാണല്ലേ. മറ്റേ ആസിഫ് ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, നിങ്ങൾക്ക് ഏതെങ്കിലും റിവ്യൂവറിനെ കുറിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ അറിയാമെങ്കിൽ നിങ്ങൾ വോയിസ് ഇടും, നിങ്ങളുടെ പേര് ഞാൻ പുറത്ത് പറയില്ല, വോയിസ് ഇടും, ഞാൻ എല്ലാം ധൈര്യത്തോടു കൂടി പുറത്ത് വിടുന്നു. നാറി അവൻ എരുതിയിൽ എണ്ണ വെച്ചുകൊണ്ടിരിക്കുക. രാജപ്പനും രേവതി ചേച്ചിയൊക്കെ തമ്മിൽ ഇപ്പോൾ ഭയങ്കരമായിട്ട് ക്ലാഷ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ബിഗ് ബോസിൽ അവർ PR എടുത്തിട്ടുണ്ട് ഇല്ല എന്നൊക്കെ രീതിയിലല്ലേ. രാജപ്പൻ അനുമോളുടെ PR, അതുപോലെ അക്ബറിൻ്റെയും ആര്യൻ്റെയും PR ആണ് രേവതി ചേച്ചി എന്നുള്ള ലെവലിൽ. അതിൻ്റെ ഇടയിൽ കൂടെ കയറിയിട്ട് ആസിഫ് ഉണ്ടാക്കാൻ വന്നിറക്കാണ്. എന്തായാലും നന്നായിട്ടുണ്ട് ഗൈസ്. ഞാനൊരു കാര്യം പറട്ടെ ഗൈസ്, നിങ്ങളാ വലിയ വലിയ റിവ്യൂവേഴ്സ് ഇവരൊക്കെ ഇല്ലേ, ഇവിടെയൊക്കെ ലക്ഷങ്ങളുടെ കോടികളുടെ എന്തൊക്കെ സംഭവങ്ങളും വരുമാനങ്ങളൊക്കെയാണ് ഒരു സീസണിൽ പോകാർക്ക് ഉണ്ടാവുന്നത്. PR കൂടി കിട്ടുകയാണെങ്കിൽ എത്ര കാശ് കിട്ടൂല്ലേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാമെന്നറിയോ, ജെനുവിനായിട്ട് മുഖത്തടിച്ച പോലെ കാര്യങ്ങൾ പറയണ എന്നെപ്പോലുള്ള സാധാരണ റിവ്യൂവർ എന്നല്ല കേട്ടോ, നമ്മൾ വീഡിയോ ചെയ്യുന്ന ആളുകളൊക്കെ സപ്പോർട്ട് ചെയ്യുക ഗൈസ്, വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതിൻ്റെ പുണ്യം കിട്ടും. അല്ലെങ്കിൽ ഇതെങ്ങനെ എന്താ വെച്ചാൽ ഇതൊക്കെ കേട്ടിട്ട് നിങ്ങളിങ്ങനെ തമ്മിൽ തല്ലി നടന്നോളി. നമുക്കിതൊന്നും ഒരു പ്രശ്നമില്ല, ഇത് തേങ്ങ ആയിക്കോട്ടെ. അവൾക്ക് 10 വ്യൂ കിട്ടിയാലും ഇല്ലെങ്കിലും നമുക്ക് സന്തോഷം. അവൾ വീഡിയോ ചെയ്യാതുള്ളതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ ഞാനിവിടെ പറഞ്ഞത്, ബിഗ് ബോസിൽ തമ്മിൽ തല്ല്, വഴക്ക്, വൈൽഡായിട്ടുള്ള രീതിയിൽ റിയാക്ഷൻസൊക്കെ കൂടി വരികയാണ് ഗൈസ്. അപ്പോൾ ഇനിയിപ്പോൾ 2 ആഴ്ച കൂടിയല്ലേ ഉള്ളൂ. ഇനിയിപ്പോൾ എന്തായാലും ഇത് കുറയൊന്നുമില്ല, കൂടാൻ തന്നെയാണ് സാധ്യത. അവിടെ പറഞ്ഞു എന്താണേലും ഒരു ബിഗ് ബോസ് റിയാലിറ്റി ഷോനെ ബേസ് ചെയ്തിട്ടാണ് ഇങ്ങനെ കളി. ഇത് ശരിക്കുള്ള ജീവിതത്തിൽ നടക്കുന്ന കാര്യമാണോ അല്ലല്ലോ. ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ കയറിയ ടീംസാണ് അവർ. ജെനുവിനായിട്ടൊന്നല്ല അവിടെ നിൽക്കേണ്ടാവും, ഫേക്കായിട്ടായിരിക്കും. ഇപ്പോൾ കഴിഞ്ഞ പോലെ ജിൻഡോൻ്റെ അവസ്ഥയൊക്കെ അറിയണതല്ലേ, എന്താ അവിടെ കളിച്ചായിരുന്നു. അപ്പോൾ എന്നിട്ട് ജിൻഡോൻ്റെ പേര് പറഞ്ഞ് കുറേ തമ്മിത്തല്ല് കൂടിപൊളി അല്ലേ. എന്നിട്ട് ഇപ്പോൾ എന്താ ഉണ്ടായത്, ഇക്കൊല്ലം അനിമോളിൻ്റെ പേര് പറഞ്ഞ തമ്മിത്തല്ല്. അനിമോൾക്കെതിരെ നെവിൻ അവിടെ കളിച്ചു എന്നുള്ളത് കൊണ്ട് എന്താണ്, അവൻ ക്രിമിനൽ മൈൻഡ് സെറ്റുള്ള ആളാണ്. എന്താണ്, കൊച്ചിയിലും ബാംഗ്ലൂരും ഒക്കെ ഇങ്ങനെ സ്ത്രൈണത ചമഞ്ഞിട്ട് ക്രിമിനൽ മൈൻഡ് സെറ്റ് ഹൈഡ് ചെയ്ത് വെച്ചിട്ട് കുറേ ആൾക്കാരുണ്ട്. അവരെപ്പോൾ ഉള്ള ഒരാളാണ് നെവിൻ എന്നൊക്കെ വേണ്ട ഒരുത്തൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റ് ചെയ്താൽ കുറച്ച് മുമ്പ് കണ്ടത്. ഏത് നാറിയതിട്ടാണ് അത്. മനിമോളുടെ PR തന്നെയാണ് അത്. കണ്ടാൽ മനസ്സിലാവും അത്, ആ പോസ്റ്റിൻ്റെ ഒരു ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ. എന്തായാലും ഒരു സന്തോഷ വർത്താനം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഷാനവാസ് രംഗപ്രവേശം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു സംഗതി ഉണ്ട് കേസ്. അപ്പോൾ എന്തായാലും സന്തോഷം, ഷാനവാസ് തിരിച്ചെത്തിയല്ലോ. അപ്പോൾ ഇങ്ങനെ വയ്യാത്ത ആൾക്കാരൊക്കെ എന്തിനാണ് ബിഗ് ബോസിൽ എടുക്കണത്? ഞാൻ ഷാനവാസിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇത് മറ്റുള്ളവർക്കും പ്രശ്നം, നമ്മൾ കാണുമ്പോൾ നമ്മൾ ഇമോഷണലി ട്രിഗർ ആവണം. എന്ത് തേങ്ങണം, നെവിനും പ്രശ്നം അല്ലേ. എന്താ ഒരു അവിടുത്തെ പ്രഷർ സഹിക്കാൻ പറ്റാത്ത ആളുകൾ ഫിസിക്കലി ഹെൽത്തി അല്ല, ഫിറ്റ് അല്ല എന്ന് തന്നെയാണ് അതിനർത്ഥം. അപ്പോൾ അവരെന്തിനും എടുക്കാൻ നിൽക്കണത്? അപ്പോൾ ബിഗ് ബോസിൻ്റെ ഈ ഹെൽത്ത് മേഖലയുമായി ബന്ധപ്പെട്ട ആളുകൾ മെഡിക്കൽ ഫീൽഡ് മോശമാണെന്നില്ല അതിനർത്ഥം. അല്ലെങ്കിൽ അവരെന്തെങ്കിലും ദുരുദ്ദേശം വെച്ചിട്ട് അങ്ങനെയുള്ള ഒരാളെ സെലക്ട് ചെയ്തായിരിക്കും. എന്നാലേ അവർക്ക് റേറ്റിംഗ് നല്ല കൂട്ടാൻ പറ്റുള്ളൂ അല്ലേ. എന്തായാലും നന്നായിട്ടുണ്ട് കേസ്. പിന്നെ ഇവിടെ അനുമോള് ഭയങ്കരമായിട്ട് അപ്പോൾ ഭയങ്കര ഡ്രാമ ക്യൂന്, ഡബിൾ മീനിങ് വർത്താനം, അത് അനുമോള്, ആ മൂന്ന് പെണ്ണുങ്ങൾ. പക്ഷെ നമുക്ക് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നിട്ട് അവരെല്ലാവരും കൂടി നെവിനാണ് ഡബിൾ മീനിങ് എന്ന് പറഞ്ഞു. നെവിനല്ല, ആര്യൻ ഡബിൾ മീനിങ് പറയുന്നുണ്ട് കേട്ടോ. ആര്യൻ അടിപൊളി. എന്തായാലും ഇങ്ങനെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഒരു കമൻറ്റ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു, എന്നെപ്പോലുള്ള സാധാരണ സ്ത്രീകൾക്ക്, വീട്ടമ്മമാർക്ക് ഇത് ഇമോഷണലി ഭയങ്കര ട്രിഗറിങ് ആണ്, അതുകൊണ്ട് ബിഗ് ബോസ് കാണൽ നിർത്തിയെന്ന്. എന്താ ചെയ്യുക, അതാണ് എനിക്കും ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ട്രിഗറിങ് ആണ് സംഭവം. അപ്പോൾ ഞാനിവിടെ പറഞ്ഞതെന്ന് സംഭവം എന്താ വെച്ചാൽ, ബിഗ് ബോസിൽ എന്തായാലും ഇനി ഇങ്ങനെയുള്ള വൈൽഡായിട്ടുള്ള രീതിയിലുള്ള സംഗതികൾ കൂടി വരാനാണ് സാധ്യത. 2 ആഴ്ച കൂടിയുള്ളൂ. എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയില്ല ഗൈസ്. പിന്നെ എല്ലാ റിവ്യൂവേഴ്സും തമ്മിൽ പരസ്പരം ചീത്തവിളിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് എന്ത് തേങ്ങയാണ്. എന്തായാലും എനിക്ക് ഈ PR ഇങ്ങളത് കാണുമ്പോഴേ ഇത് ഇവന്മാർക്ക് പ്രാന്താണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാനിവിടെ ആലോചിക്കണമെന്ന് വെച്ചാൽ, കാശ് വാങ്ങിയിട്ടുള്ള കളിയല്ലേ അല്ലേ, അപ്പോൾ അതിൻ്റെ സംഭവമായിരിക്കും, കാശ് കിട്ടണതല്ലേ. അപ്പോൾ ഈ കാശൊന്നും വാങ്ങിയിട്ടില്ലാത്ത ആളുകൾ ഒക്കെ ഇല്ലേ, അവരുടെ ജെനുവിനായിട്ടുള്ള കമൻറ്റുകൾ, അവരുടെ റിയാക്ഷൻസ്, ഇപ്പോൾ വീഡിയോ ചെയ്യുന്ന ആളുകളായിക്കോട്ടെ, കമൻറ്റ് ചെയ്യുന്ന ആളുകളായിക്കോട്ടെ, എനിക്ക് അവരുടെ കാണാനും കേൾക്കാനാണ് കൂടുതൽ ആഗ്രഹം. അപ്പോൾ നിങ്ങളുടെ ഇത് കാണുന്ന ആളുകൾ PR ആണല്ലേ എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ജെനുവിനായ ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് ഗൈസേ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു പെർഫോമൻസ് വെച്ച് ഫേവറേറ്റ് കണ്ടസ്റ്റൻ്റ് ആരാണ്? അനീഷാണോ, അനുമോളാണോ, ആതിരയാണോ, നൂറയാണോ, ഷാനവാസാണോ, നെവിനാണോ? അപ്പോൾ ആര്യം പോയി എന്നല്ലേ പറയണത്, അക്ബറാണോ, ആരാണ് ഗൈസ്? ഒന്ന് കമൻറ്റ് ചെയ്യാട്ടോ. അതിൻ്റെ ഒരു കാരണം കൂടി 1-2 കാരണം കൂടി പറ്റുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ സോറി ഗൈസ്.